ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച മുതൽ 17-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ മേടം ഇടവം രാശികളിലായി കാർത്തിക ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ ചതുർദശി മുതൽ കൃഷ്ണപക്ഷ പഞ്ചമി വരെ ചോതി മുതൽ പൂരാടം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. ചൊവ്വ കർക്കിടകം രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും മീനൻ രാശിയിൽ രാഹു പൂരുരുട്ടാതിയിലും ശനി ഉത്രട്ടാതിയിലും ശുക്രൻ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ബുധൻ മേടം രാശിയിൽ അശ്വതി ഭരണി നക്ഷത്രങ്ങളിലാണ്. വ്യാഴം മെയ് 14-ന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ ഗുണകരമാണ്. മാനസികമായി സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. കർമ്മരംഗത്ത് സംതൃപ്തി ഉണ്ടാകും. സഞ്ചരിക്കുന്നത് ശരിയായ വഴിയിലൂടെയാണ് എന്ന ബോധം മനസ്സിൽ തെളിയുന്നതാണ്. ഏകോപനം വിജയിപ്പിക്കാൻ ആകും. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ വന്നുചേരും. മനസ്സ് മ്ലാനമാകുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അവ ദൃഢനിശ്ചയത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുന്നതാണ്. വ്യാഴം 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ശനിയുടെ നക്ഷത്രത്തിൽ നിന്നും ബുധൻ്റെ നക്ഷത്രത്തിലേക്ക് മാറുന്നു. കൂട്ടു ബിസിനസ്സിൽ സാമാന്യം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വാതന്ത്ര്യം എല്ലാ രംഗത്തും ഉണ്ടാകും. അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിൽ മടങ്ങിയെത്തും. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. എതിർപ്പുകളിൽ മനംമടുപ്പ് അനുഭവപ്പെടും. വ്യാഴം 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് മാറുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. വാഹനം, യന്ത്രം എന്നിവയുടെ ഉപയോഗത്തിൽ കരുതൽ ഉണ്ടാകണം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ആദിത്യൻ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ചില ചുമതലകളിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആഡംബര ചെലവുകൾ വർദ്ധിക്കും. രോഗഗ്രസ്തർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ആവശ്യമായി വന്നേക്കും. സുഹൃത്തുക്കളുടെ വാക്കുകൾ മനോവിഷമം സൃഷ്ടിച്ചേക്കും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പോംവഴി തെളിയുന്നതാണ്. കലാപ്രവർത്തന രംഗത്ത് പുതിയ ഉണർവുണ്ടാകും. സാഹിത്യകാരന്മാർ ഗ്രന്ഥരചന പൂർത്തിയാക്കും. സഹോദരങ്ങളുടെ മാനസികവും സാമ്പത്തികവുമായ പിന്തുണ ലഭിക്കാം. മേടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ഗുണദോഷ സമ്മിശ്രമാകുമ്പോൾ ഇടവക്കൂറുകാർക്ക് ഏറെ അനുകൂലമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു. അലച്ചിലിന് സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. പരീക്ഷാഫലത്തിൽ വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നതാണ്. കാര്യനിർവഹണത്തിൽ തടസ്സം നേരിടില്ല. സാങ്കേതിക ജ്ഞാനം നേടാൻ പരിശ്രമിക്കും. സന്താനങ്ങളുടെ നിർബന്ധത്താൽ ആധുനിക ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും. വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ആഴ്ച 2-ാം പകുതി കൂടുതൽ അനുകൂലമാണ്. സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ശനിയും വ്യാഴവും അനുകൂലമായി വരുന്നതിനാൽ ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറയിലും നേട്ടമുണ്ടാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം ഈ ആഴ്ച രാശി മാറുന്നുണ്ട് എങ്കിലും മകയിര നക്ഷത്രത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്.
ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും ഉള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം അത്ര ഗുണകരമല്ല. മാനസികവും ശാരീരികവുമായ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ശുക്രൻ അനുകൂല സ്ഥിതിയിൽ ആയതിനാൽ സുഹൃത്ത് ബന്ധം ദൃഢമാകുന്നതാണ്. പഠിപ്പിലും പരീക്ഷയിലും നല്ല വിജയം കരസ്ഥമാക്കും. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. നക്ഷത്രനാഥനായ ചൊവ്വ നീചരാശിയിൽ തുടരുന്നതിനാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നും. ഭൂമി സംബന്ധിച്ച് ചിലവുകൾ വന്നുചേരാം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനം കുംഭം രാശി സന്ധിയിലേക്ക് നീങ്ങുകയാണ് നക്ഷത്രനാഥനായ രാഹു. ജോലിയിൽ തടസ്സങ്ങൾക്കോ മനക്ലേശത്തിനോ സാധ്യതയുണ്ട്. ആരോഗ്യപരമായും ശ്രദ്ധ വേണം. ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നേക്കും. പൊതുപ്രവർത്തകർക്ക് ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും. കുടുംബകാര്യങ്ങളിൽ സംതൃപ്തി ഭാഗികമായിരിക്കും. കലാരംഗത്ത് വിജയിക്കുന്നതാണ്. ആവിഷ്കാരങ്ങളിൽ ജനശ്രദ്ധ നേടും. വായ്പകളുടെ തിരിച്ചടവിന് സാവകാശം ലഭിക്കും. വ്യാഴം 12ാം ഭാവത്തിൽ നിന്ന് മാറുന്നത് കുറേയൊക്കെ ആശ്വാസമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ വ്യാഴം 12ാം ഭാവത്തിൽ നിന്നും മാറുന്നത് ജീവിതത്തിൽ പല മാറ്റങ്ങളും സൃഷ്ടിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയും ഉയർച്ചയ്ക്കുള്ള ഇച്ഛാശക്തിയും ഉണ്ടാകും. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കാൻ പരിശ്രമിക്കും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ വഴിതേടും. ഓഫീസിലായാലും അനാരോഗ്യ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കാൻ മടിക്കില്ല. ആഴ്ച ആദ്യ ദിവസങ്ങളിൽ ഉന്മേഷക്കുറവും ആലസ്യവും അനുഭവപ്പെടാവുന്നതാണ്. മറ്റ് ദിവസങ്ങൾ അനുകൂലമാണ്. ഭോഗസുഖം ലഭിക്കും. ഇഷ്ടഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാശിനാഥനായ ചന്ദ്രൻ പൂർണ്ണ ബലവാൻ ആയതിനാൽ വാരം പൊതുവെ ഗുണകരമാകും. മനസ്സിന് സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നതാണ്. ധനവരവിൽ വർധനവുണ്ടാകും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്കും ഷോപ്പിങ്ങിനും അവസരം സിദ്ധിക്കും. പരീക്ഷാഫലം സന്തോഷകരമാകും. പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം. ചില ദിവസങ്ങൾക്ക് തിരക്കേറുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടി വരും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വന്നേക്കും. കാര്യാലോചനകളിൽ പങ്കെടുക്കുന്നതാണ്. മേലധികാരികളെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ബുധൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് അതിൻ്റെ നേട്ടം ഉണ്ടാകും. പറയാനുള്ള ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പ്രതീക്ഷിച്ചതിലും അനുകൂലമാകും. ആദിത്യൻ 11ൽ വരുന്നത് ആത്മവിശ്വാസം ഉയർത്തും. കച്ചവടത്തിൽ മന്ദത നീങ്ങിത്തുടങ്ങുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണയിൽ സന്തോഷം ഭവിക്കും. ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി ചില സഹായ വാഗ്ദാനങ്ങൾ ലഭിക്കുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ എല്ലാ കാര്യത്തിലും ഒരു ജാഗ്രത വേണം. അഷ്ടമത്തിലെ പാപഗ്രഹങ്ങൾ അലോരസങ്ങൾ സൃഷ്ടിച്ചേക്കാം. അപരിചിതരുമായുള്ള ക്രയവിക്രയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സൗഹൃദങ്ങളിൽ ഒരു കരുതൽ വേണം. ബന്ധുകലഹത്തിനുള്ള സാഹചര്യവും ഉണ്ടായേക്കാം. തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാകും. മെയ് 14-ാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി വന്നെത്തും. പിതാവിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് അലച്ചിൽ അവസാനിക്കും. ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പുകൾ ഗുണകരമാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് തിരക്ക് വർദ്ധിക്കും. സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതാണ്. ചൊവ്വായും രാഹുവും ശനിയും അനുകൂല സ്ഥാനത്ത് അല്ലാത്തതിനാൽ സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. ബിസിനസ് രംഗത്ത് സാമ്പത്തിക ഇടപാടുകൾ അത്ര മെച്ചം ആയിരിക്കില്ല. പിരിഞ്ഞു കിട്ടാനുള്ള പണം വസൂലാക്കുക അത്ര എളുപ്പമായേക്കില്ല. ഊഹക്കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിങ്ങിലും പണം നിക്ഷേപിക്കുന്നത് കരുതലോടെ വേണം.
ദാമ്പത്യത്തിൽ അനുരഞ്ജനം അനിവാര്യമാണ്. കലാപ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. മെയ് 14 തീയതിയിലെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അനുകൂലമായതിനാൽ ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും. സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരം ഉയരുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാൻ ഇടയുണ്ട്. ബന്ധുക്കളുടെ തെറ്റിദ്ധാരണ നീക്കുവാനുള്ള ശ്രമം ഫലവത്തായേക്കില്ല. കന്നിക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും ചെറിയ ആദായമെങ്കിലും വന്നു ചേരും. ചിങ്ങക്കൂറുകാർക്ക് ഭൂമി സംബന്ധമായ ചെലവുകൾ ഉണ്ടാകും. പുതിയ വരുമാന മാർഗം കണ്ടെത്തുന്നതിൽ വിജയിക്കുന്നതാണ്. ഏജൻസി കമ്മീഷൻ മേഖലയിൽ നേട്ടമുണ്ടാകും. മെയ് 14 തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുന്നത് ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാകുമ്പോൾ കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചന്ദ്രന് പക്ഷബലം ഉള്ളതിനാൽ ഗുണാനുഭവങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന വാരമാണ്. മനോബലം നഷ്ടപ്പെടില്ല. വിപണന തന്ത്രങ്ങൾ ഫലവത്താകും. കച്ചവട രംഗത്ത് മെച്ചമുണ്ടാകും. ഓൺലൈൻ ബിസിനസ് ലാഭകരമാകും. ഭാഗ്യപുഷ്ടി പ്രതീക്ഷിക്കാവുന്നതാണ്. ധാർമ്മികവും ജീവകാരുണ്യപരവുമായ കൃത്യങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകും. സമൂഹത്തിൻ്റെ അഭിനന്ദനവും ആശംസകളും ലഭിച്ചേക്കും. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ്. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് അലച്ചിൽ ഉണ്ടായേക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലഘു പ്രയത്നങ്ങൾ കൊണ്ട് തന്നെ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. പുതിയ കാര്യങ്ങളോട് കാണിക്കുന്ന വിമുഖത ചിലപ്പോൾ ഗുണം ചെയ്തേക്കില്ല. പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലിൽ മെച്ചമുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സമ്മർദ്ദങ്ങളില്ലാതെ ജോലിയിൽ മുഴുകുവാൻ സാധിക്കുന്നതാണ്. പ്രധാന പല കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കും. ആഡംബര ചെലവുകളും ഉണ്ടാകുന്നതാണ്. വാരം പകുതിയിലെ വ്യാഴത്തിൻ്റെ മാറ്റം കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും തുലാക്കൂറുകാർക്ക് ഏറെ ആശ്വാസകരവുമാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ഉണർവ് അനുഭവപ്പെടുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. എന്നാൽ എല്ലാ സുഹൃത്തുക്കളും സത്യസന്ധരാണെന്ന് കരുതരുത്. കർമ്മരംഗത്ത് അധികാരവും അംഗീകാരവും ഉണ്ടാകും. അമിത സ്വാതന്ത്ര്യം എടുക്കുന്നവരോട് ചിലപ്പോൾ വിരോധിക്കേണ്ടി വരും. വ്യാപാര പുരോഗതി ദൃശ്യമാകും. സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സകുടുംബം തീർത്ഥയാത്രകൾക്ക് അവസരം സിദ്ധിക്കും. വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുന്നത് ഏറെ ഗുണകരമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വ്യാഴവും ശനിയും അനുകൂലമായി വരുന്നതിനാൽ ലോട്ടറിയിലും ചൂതുകളിലും നേട്ടമുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. ബിസിനസ് ചർച്ചകൾ ഫലപ്രദമായേക്കും. പൊതുപ്രവർത്തനത്തിൽ ജനകീയ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. പ്രൊഫഷണൽ രംഗത്ത് കിടമത്സരങ്ങൾ ഉണ്ടാകുമെങ്കിലും വിജയിക്കുവാൻ കഴിയുന്നതാണ്. പ്രണയികൾക്ക് കാലം അനുകൂലമല്ല. എഴുത്തുകാർക്ക് ഭാവന പുഷ്ടിപ്പെടും. വൃശ്ചികക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ സംതൃപ്തി ഉണ്ടാകും. വാരം ആദ്യ ദിവസങ്ങൾ കാര്യങ്ങൾ ഗുണകരമായേക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സന്ദർഭമുണ്ടാകും. വ്യാഴത്തിൻ്റെ രാശിമാറ്റം തുലാക്കൂറുകാർക്ക് ഏറെ ഗുണകരമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ശനിയും വ്യാഴവും അനുകൂല ഭാവത്തിൽ എത്തുകയാൽ ചൂതുകളിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശനി ശുക്രനോടൊപ്പം 5ാം ഭാവത്തിൽ യോഗം ചെയ്യുന്നതിനാൽ സ്ത്രീ സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. കലാപരമായ വാസനകൾ പ്രദർശിപ്പിക്കുവാൻ അവസരം വന്നുചേരും. കൂട്ടു ബിസിനസ്സിൽ വിജയം വരിക്കുന്നതാണ്. ഭാഗ്യാധിപനായ ചന്ദ്രന് പക്ഷബലം ഉള്ളതിനാൽ ശുഭകാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായ തടസ്സങ്ങൾ നീങ്ങാം. കുടുംബാന്തരീക്ഷം സ്നേഹപൂർണ്ണമാകും. പിതൃപുത്രബന്ധം മെച്ചപ്പെടുന്നതാണ്. മെയ് 14 തീയതി വ്യാഴം അനുകൂല ഭാവമായ 7ാം ഭാവത്തിൽ നിന്നും
അത്ര ഗുണകരമല്ലാത്ത അഷ്ടമത്തിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ ആവശ്യമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ 3 മാസത്തോളം നീണ്ട നീചസ്ഥിതി അവസാനിച്ച് 6-ാം ഭാവത്തിൽ വന്നതിനാൽ പ്രവൃത്തിയിൽ പുരോഗതിയും നൈപുണ്യവും ഉണ്ടാകും. കഴിവുകൾ മേലധികാരികളാൽ പ്രശംസിക്കപ്പെടും. സംരംഭങ്ങൾ ജനശ്രദ്ധ ആകർഷിക്കും. അധ്വാനത്തിൽ ആത്മസംതൃപ്തി അനുഭവപ്പെടും. കുടുംബകാര്യങ്ങളിൽ യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ തീർപ്പുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര അനുകൂലം അല്ലാത്തതിനാൽ കാര്യങ്ങളിൽ ഒരു കരുതൽ വേണം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധുസമാഗമം സാധ്യമാകും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ ഉണ്ടാകും. സുഖഭക്ഷണത്തിനും ഷോപ്പിങ്ങിനും അവസരം ലഭിക്കും. എന്നാൽ ചില മനക്ലേശത്തിനും സാധ്യതയുണ്ട്. ചിലരുടെ വിരോധം സമ്പാദിക്കാനും ഇടയുണ്ട്. പല തരത്തിലുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയും. സംഘടനകളിൽ ബഹുമാന്യത ഉയരും. ഭാവിയെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുവാനും നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സാധിക്കും. വ്യാഴം രാശി മാറുന്നത് 7-ാം ഭാവത്തിലേക്ക് ആയതിനാൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ ഗുണം ലഭിക്കുവാൻ കൂടുതൽ അധ്വാനം ആവശ്യമായി വരും. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന കാര്യങ്ങൾ ഫലവത്താകുവാൻ സമ്മർദ്ദം വേണ്ടി വന്നേക്കാം. പുതിയ സംരംഭങ്ങളുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ കഴിയുന്നതാണ്. ഗ്രഹാന്തരീക്ഷം കുറച്ചൊക്കെ സമാധാനം നൽകും. ധനവരവ് തൃപ്തികരമാകും. അമിത വ്യയത്തിനും സാധ്യത ഉള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. ദൈവിക കാര്യങ്ങൾക്കും ഉപാസനകൾക്കും മുടക്കം വരാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം. വ്യാഴമാറ്റം അനുകൂലമായതിനാൽ തുടർന്ന് നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം കാര്യങ്ങൾ മറന്നും ജോലിയിൽ മുഴുകേണ്ടി വരും. സംഘടനാ രംഗത്ത് സമ്മർദ്ദം ഉണ്ടാകും. കരാർ പണികൾ നീട്ടി ലഭിക്കും. ബിസിനസ് വിപുലീകരിക്കുന്നതിനായി ലോണിനെ ആശ്രയിച്ചേക്കും. ബന്ധുകലഹങ്ങളിൽ മധ്യസ്ഥം വഹിക്കും. പുതിയ സാങ്കേതികവിദ്യ പഠിക്കുവാൻ അവസരം ലഭിക്കും. ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ യാത്രകൾ വേണ്ടിവരും. ഗൃഹനിർമ്മാണത്തിൻ്റെ പുരോഗതിക്ക് വായ്പ തേടേണ്ടി വരും. മകരക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയും ധനുക്കൂറുകാർക്ക് ആഴ്ചയുടെ 2-ാം പകുതിയും കൂടുതൽ അനുകൂലമാണ്. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചുമതലകൾ കൂടുകയും ജോലിഭാരം വർദ്ധിക്കുകയും ചെയ്യും. പദവിയിൽ ഉയർച്ചയും വേതനത്തിൽ വർധനവും പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചേക്കില്ല. അധികാരികളുടെ ഭാഗത്തുനിന്നും കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. പ്രണയത്തിൽ നിന്നും പിന്മാറിയാലോ എന്ന് ചിന്തിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ചെലവ് കൂടുന്നതാണ്. ആവശ്യത്തിന് വിശ്രമം ലഭിച്ചേക്കില്ല. സുഹൃത്ത് സമാഗമങ്ങൾ സന്തോഷകരമാകും. ആഴ്ച ആദ്യ പകുതിയിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. ആഴ്ച 2-ാം പകുതിയിൽ വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറുന്നത് അത്ര ശുഭകരമല്ല. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ മേലധികാരികളുടെ ഇടപെടലോ ഉണ്ടായേക്കാം. സഹപ്രവർത്തകരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ദാമ്പത്യത്തിൽ തൃപ്തിയും അനുഭവപ്പെടും. സന്താനങ്ങളുടെ പരീക്ഷാ വിജയം സന്തോഷം പകരും. ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരാൻ അവസരം സിദ്ധിക്കും. ഉല്ലാസത്തിനും വിനോദത്തിനും സമയം കണ്ടെത്തും. കുംഭക്കൂറുകാർക്ക് കൃഷിയിൽ ആഭിമുഖ്യം വളരുന്നതാണ്. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. മകരക്കൂറുകാർക്ക് പുതിയ വാടക വീട് ലഭിച്ചേക്കും. വ്യാപാര കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ ഇടയുണ്ട്. വ്യാഴമാറ്റം കുംഭക്കൂറുകാർക്ക് അനുകൂലമാകുമ്പോൾ മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തേക്കാം.
സന്താനങ്ങളുടെ മികച്ച വിജയം സന്തോഷം ഭവിക്കുന്നതായിരിക്കും. രോഗാവസ്ഥയിലുള്ളവർക്ക് വിദഗ്ധ ചികിത്സ വേണ്ടിവരാം. പ്രായോഗികമായി ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ശ്രമിക്കും. തൊഴിലിടത്തിലെ എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ അവസരം ഉണ്ടാകും. യോഗ, ധ്യാനം എന്നിവയ്ക്ക് സമയം കണ്ടെത്തും. സ്വയം തൊഴിൽ മേഖലയിലെ പുരോഗതി മന്ദഗതിയിൽ ആയിരിക്കും. വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്തുവെച്ച് പരിഹരിക്കുവാനുള്ള ശ്രമം ഉണ്ടാകും. വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു പൂരുരുട്ടാതിൽ തുടരുന്നതിനാൽ ചിന്തകൾ പിന്നിലോട്ട് പോകുന്നതായി തോന്നും. ക്രിയാശേഷി കുറയാനിടയുണ്ട്. കാര്യസാധ്യത്തിന് കുറുക്കുവഴികൾ തേടുന്നതാണ്. ഗാർഹിക ജീവിതത്തിൽ പൂർണ്ണ തൃപ്തി ലഭിക്കാനിടയില്ല. സുഖ സൗകര്യങ്ങൾക്കായി കൂടുതൽ ചെലവുണ്ടാകും. ദുശീലമുള്ളവർ സ്വയം നിയന്ത്രണം പാലിക്കണം. വലിയ മുതൽ മുടക്കി പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അല്പം കൂടി കാത്തിരിക്കുന്നതാകും ഉചിതം. നിലവിലെ ജോലി ഉപേക്ഷിച്ചാൽ പുതിയത് ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വരും. വ്യാഴം കുംഭക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലേക്കും മീനക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലേക്കും മാറുന്നു. അതിൻ്റെ കൂടുതൽ നേട്ടം കുംഭക്കൂറുകാർക്ക് ആയിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിയും ശുക്രനും ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ സമ്മർദ്ദങ്ങൾ പിടിമുറുക്കിയേക്കും. ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ജന്മരാശിയിൽ രാഹുവും കൂടി സഞ്ചരിക്കുകയാൽ ദുർചിന്തകൾക്കോ ദുർബോധങ്ങൾക്കോ വിധേയരാകേണ്ടി വന്നേക്കാം. 5-ാം ഭാവത്തിലെ ചൊവ്വ അനാവശ്യമായ കാര്യങ്ങളിൽ ദുശാഠ്യം സൃഷ്ടിക്കും. ദാമ്പത്യത്തിൽ പരസ്പര വിശ്വാസം കുറയുന്നതായി തോന്നും. ചില തെറ്റിദ്ധാരണകൾ ഗൃഹാന്തരീക്ഷത്തെ കലുഷമാക്കാം. ധനപരമായി സ്വസ്ഥതയുണ്ടാകും. വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിലെത്താൻ കാത്തിരിക്കേണ്ടി വരും. വ്യാഴം 3-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്ക് മാറുന്നത് അല്പം ആശ്വാസം ഭവിക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയബന്ധിതമായി പ്രവർത്തിക്കുവാൻ മടിയുണ്ടാകും. ചിലതൊക്കെ പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നതാണ്. വാദസംബന്ധമായ രോഗം ഉപദ്രവിച്ചേക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അവസരം ലഭിക്കുന്നത് അർഹതയില്ലാത്തവർക്ക് ആണെന്ന തോന്നൽ ക്ഷോഭത്തിന് കാരണമായേക്കും. പിതൃസ്വത്തിന്മേൽ തർക്കങ്ങൾ ഉടലെടുക്കാൻ ഇടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്നതാണ്. കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഔത്സുക്യം ഉണ്ടാകും. ആഡംബര ചെലവുകൾ അധികമായേക്കും. സന്താനങ്ങളുടെ പഠന ആവശ്യത്തിന് ധനം കരുതി വയ്ക്കും. വ്യാഴം 3-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്ക് മാറുന്നത് കുറേയൊക്കെ ഗുണകരമാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.